രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള സംസ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ കേരളമാണ്. കേരളത്തിൻ്റെ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുകയുമൊക്കെ ചെയ്തിരുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് കരുതി തന്നെയാണ് കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും കേരളത്തിൻ്റെ ജനം കോൺഗ്രസിന് നൽകിയത്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ല. ഏതായാലും ജോഡോ യാത്രയ്ക്കൊക്കെ വലിയ സ്വീകാര്യത കിട്ടിയ നാടുകൂടിയാണ് കേരളം. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഹൈക്കമാൻഡ് ഒരു ക്രൗഡ് ഫണ്ടിങ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതായത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫണ്ട് ശേഖരിക്കുന്നതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചത്. ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആദ്യ ദിനം തന്നെ ഏതാണ്ട് 3 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടി. അതിൽ വളരെ കൗതുകകരമായ കാര്യം, രാഹുൽ ഗാന്ധിയെ ഏറെ സ്നേഹിക്കുന്ന UDFന് 19 സീറ്റ് നൽകിയ കേരളത്തിൽ നിന്ന് ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ, അത് ഏറ്റവും കൂടുതൽ പണം നൽകിയവരിൽ ആദ്യത്തെ 5 സംസ്ഥാനത്തിൽ കേരളം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് മഹാരാഷ്ട്രയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അവിടെ 26 ലക്ഷം പേർ നൽകിയിരിക്കുന്നു. രാജസ്ഥാനും ദില്ലി UPയും 19 ലക്ഷം പേർ നൽകിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 18 ലക്ഷം പേർ മാത്രമാണ് സംഭാവന നൽകിയത്. ഈ സംഭാവനയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിൻ്റെ 138ാം വാർഷികം പ്രമാണിച്ചുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് കൂടിയാണിത്. 138 രൂപ, 1380, 13,800 രൂപ, 1,38,000 രൂപ, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് സംഭാവന കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നൽകിയത് 138 രൂപയാണ്. അതിൽ കേരളം ഇല്ല എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ ഗാന്ധി കൂടുതൽ ഫണ്ട് പിരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ ടീഷർട്ടും തൊപ്പിയും വിൽക്കാൻ ഒരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഏതായാലും രാഹുൽ ഗാന്ധി ആവോളം നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷേ പൈസയുടെ കാര്യം വന്നപ്പോൾ മലയാളി അല്പം പിന്നോട്ടാണെന്ന് ഈ വാർത്ത തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.